ഹായ്. നമ്മളീ പലരും ഫീസൊക്കെ കൊടുത്ത് പിള്ളേരെ സ്കൂളിൽ വിടുന്നതാണല്ലേ. എന്നിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? പേപ്പർ ഷോ എന്നോ PTA മീറ്റിംഗ് എന്നോ ഒക്കെ പറഞ്ഞ് നമ്മളെ സ്കൂളിലേക്ക് അങ്ങ് വിളിപ്പിക്കും. എന്നിട്ട് പറയും കുട്ടിക്ക് മാർക്ക് കുറവാണ്, വീട്ടിലിരുത്തി നന്നായി പഠിപ്പിക്കണം, ഹോംവർക്സ് ഒക്കെ നന്നായിട്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ നമ്മളോട് പറയും. പിന്നെ നമ്മൾ എന്തിനാ ഈ ഫീസും കൊടുത്ത് പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നേ? നമുക്ക് തന്നെ അങ്ങ് പഠിപ്പിച്ചാൽ പോരെ? ഇത് എൻ്റെ 2-3 കൂട്ടുകാർ എന്നോട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ഈയിടെ കണ്ടിരുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും കമൻസ് ഇട്ടിരിക്കുന്നത് ഞാൻ വായിച്ചു. പിന്നെ ഫീസ് കൊടുത്ത് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന പാരൻസ് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഫീസ് കൊടുക്കാതെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന പല പാരൻസും ഇതേ രീതിയിൽ പറയുന്നുണ്ടെന്ന് പല ടീച്ചേഴ്സും പറയുന്നത് കേൾക്കാം. അതായത് പിള്ളേരെ നമ്മൾ സ്കൂളിൽ വിടുന്നു, എന്നിട്ട് ടീച്ചർ ഫോൺ വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ ടീച്ചർ മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ ടീച്ചർ പാരൻസിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ട് പറയുന്നു കുട്ടി പഠിക്കുന്നില്ല, വീട്ടിലിരുത്തി നന്നായിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ ടീച്ചേഴ്സ് പറയുന്നു. പിന്നെ നമ്മൾ എന്തിനാ ഈ പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നത്? നമുക്ക് വീട്ടിലിരുത്തി നമുക്ക് തന്നെ അങ്ങ് പഠിപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാരൻസിനോടാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കിപ്പം ഒട്ടും അറിയത്തില്ലാത്ത എന്തെങ്കിലും കാര്യം പഠിക്കാനായിട്ട് നമ്മൾ ഫീസും കൊടുത്ത് പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ, നമ്മൾ കുക്കിംഗ് ഒട്ടും അറിയത്തില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഫീസും കൊടുത്ത് നല്ലൊരു കുക്കിംഗ് കോഴ്സിന് പോയെന്ന് വിചാരിക്കുക. ഇപ്പോൾ 6 മാസത്തെയോ അല്ലെങ്കിൽ 1 വർഷത്തെയോ അല്ലെങ്കിൽ 2 വർഷത്തെയോ ഒരു കോഴ്സിന് പോയിട്ട് വരികയാണെന്ന് വിചാരിക്കുക. വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ പറയും, ഫീസും കൊടുത്ത് കുക്കിംഗ് പഠിക്കാനൊക്കെ പോയതല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവും, ഇനി നീ തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്താൽ മതി, ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞ് നമ്മളെ അടുക്കളയിലേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്കത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം തുടക്കത്തിൽ തന്നെ വെക്കാൻ പറ്റില്ല. അത് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാലേ നമുക്കത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം വെക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കൃഷിപ്പണിയെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്ത ഒരാൾ കൃഷിപ്പണി ചെയ്യാൻ ഭയങ്കര ആഗ്രഹത്തോടെ ഒരു കോഴ്സിന് പോയെന്ന് വിചാരിക്കുക. നല്ല ഫീസൊക്കെ കൊടുത്ത് നല്ലൊരു കോഴ്സിന് പോയിട്ട് വന്നിട്ട് തൂമ്പയെടുത്ത് പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷിപ്പണി ചെയ്യാൻ പറ്റുമോ? ഒട്ടും പറ്റത്തില്ല അല്ലേ. പിന്നെയും ചെയ്ത് പലരുടെയും അഭിപ്രായങ്ങൾ കേട്ട് കൃഷിപ്പണിയെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് അഭിപ്രായങ്ങളൊക്കെ കേട്ട് അതൊക്കെ ചെയ്ത് നോക്കി അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല കൃഷിക്കാരനാകാൻ പറ്റുള്ളൂ, നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാകാൻ പറ്റുള്ളൂ അല്ലേ. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യവും. നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അവർ നമ്മുടെ അത്രയും ബുദ്ധിയോ വിവരമോ ഒന്നും ഉണ്ടാവത്തില്ല. അവർ നമ്മുടെ അത്രയും ലോകപരിചയമില്ലാത്ത ആൾക്കാരാണ്. അവർ ഓരോ ദിവസവും സ്കൂളിൽ ചെന്ന് പഠിക്കുന്ന പാഠഭാഗങ്ങൾ അവർക്ക് പുതിയതാണ് അല്ലേ. അവരുടെ പാഠപുസ്തകത്തിലുള്ള ഭാഗങ്ങൾ ടീച്ചേഴ്സിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാഠപുസ്തകത്തിലുള്ള ഭാഗങ്ങൾ അവർക്ക് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അവരുടെ സംശയങ്ങൾ തീർത്ത് കൊടുക്കുക, അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക, അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക, പിന്നെ നോട്ട്സ് കൊടുക്കുക. ഇതൊക്കെയാണ് ടീച്ചേഴ്സിന് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 30-40 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ബുദ്ധിയും ഓർമ്മശക്തിയും മനസ്സിലാക്കി എടുക്കുന്ന കഴിവും എല്ലാം പല രീതിയിലായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയെയും ഇരുത്തി കാണാപ്പാഠം പഠിപ്പിച്ച് വിടാൻ ടീച്ചേഴ്സിന് പറ്റത്തില്ല, അതിനുള്ള സമയവും അവർക്കില്ല. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമേ ടീച്ചേഴ്സിന് പറ്റുള്ളൂ. അപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെയോ കൃഷിപ്പണിയുടെയോ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഇവർ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന, അതായത് ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന പാഠഭാഗങ്ങൾ വീട്ടിൽ വന്നിരുന്ന് എന്തുമാത്രം പഠിക്കുന്നോ, എന്തുമാത്രം സംശയങ്ങൾ വരുന്നതിൽ എന്തുമാത്രം ചോദിച്ച് അതെല്ലാം ക്ലിയർ ചെയ്ത് എന്തുമാത്രം വായിച്ച് അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നോ അത്രമാത്രം അവരതിൽ എക്സ്പേർട്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെന്തുമാത്രം പഠിക്കുന്നോ അതിനനുസരിച്ചിരിക്കും അവരുടെ മാർക്ക്. അല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് മാത്രം കേട്ട് വന്ന് വീട്ടിൽ പഠിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉദ്ദേശിച്ച രീതിയിലുള്ള മാർക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ ഫീസ് കൊടുക്കുന്ന കാര്യം, ഫീസ് കൊടുത്ത് പഠിപ്പിക്കണോ ഫീസ് കൊടുക്കാതെ പഠിപ്പിക്കണോ എന്നുള്ളത് നമ്മൾ പേരൻസിൻ്റെ തീരുമാനമാണ്. ഈ കുട്ടികൾ നഴ്സറിയിൽ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാണ് ഒരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ അത് ഏത് സ്കൂളിൽ ചേർക്കണം, ഫീസ് കൊടുക്കേണ്ട സ്കൂളിൽ ചേർക്കണോ ഫീസ് കൊടുക്കേണ്ടാത്ത സ്കൂളിൽ ചേർക്കണോ എന്നുള്ളത് പേരൻസാണ് തീരുമാനിക്കുന്നത്. കുട്ടി പറയില്ല. കുട്ടിക്ക് നമ്മളേത് സ്കൂളിൽ ചേർക്കുന്നോ ആ സ്കൂളിലേക്ക് കുട്ടി പോകും. ഇപ്പം നിന്നെ ഞാൻ ഇത്രയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്, എന്നിട്ട് നിനക്ക് മാർക്കില്ല, നീ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും
എന്നെ എന്തിനാ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞോ എന്നെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഇവിടെ ഫീസ് കൊടുക്കേണ്ടാത്ത സ്കൂളുകളുണ്ടല്ലോ, എന്നെ അവിടെ ചേർത്താൽ പോരായിരുന്നോ എന്നവർ ചോദിക്കും അല്ലേ. ഇന്നിപ്പോൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കണോ കൊടുക്കാതെ പഠിപ്പിക്കണോ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ പേരൻസ് മാത്രമേ തീരുമാനിക്കുന്നത്. നമ്മുടെ പേരൻസിൻ്റെ സാമ്പത്തികവും നമ്മുടെ പേരൻസിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ തീരുമാനമാണ് കുട്ടിയെ എവിടെ പഠിപ്പിക്കണം, ഏത് സ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടി നല്ല നിലയിലെത്തണം, നമ്മുടെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മാത്രം അല്ല, വീട്ടിൽ വന്നിട്ട് കൂടി നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് റിവിഷൻ ചെയ്യണം, നന്നായിട്ട് ഹോംവർക്സ് ഒക്കെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ പേരൻസ് ഉറപ്പ് വരുത്തേണ്ട അത്യാവശ്യം. അപ്പോൾ ഇനി മുതൽ കുട്ടിയെ പഠിപ്പിക്കണം എന്നും പറഞ്ഞ് ടീച്ചേഴ്സ് പറയുന്നു എന്നും പറഞ്ഞ് പാരൻസ് ആരും കംപ്ലൈൻറ്റ് പറയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ പഠിത്തത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ടീച്ചേഴ്സിന് മാത്രമല്ല, അത് പേരൻസിനും കൂടിയാണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പേരൻസിനും ഓൾ ദി ബെസ്റ്റ്.